ഹായ് ഗൈസ്, എല്ലാവർക്കും വണക്കം. നമ്മളെ ഈ കേരളത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ അതിഥി തൊഴിലാളികൾ വരുന്നത് ഒരു ഇതുമില്ല, എന്താ പറയുക, ഒരു ചറുപറ പറഞ്ഞ് വന്നുകൊണ്ടേയിരിക്കാൻ. ഒരു നിയന്ത്രണമില്ലാതെ തന്നെ അതിഥി തൊഴിലാളി, അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിലേക്ക് വരുന്നത്. അവരെ നാട്ടിൽ ക്രൈമൊക്കെ ചെയ്തിട്ടായിരിക്കും ഇങ്ങോട്ട് തള്ളുന്നത്. ഇവിടുത്തെ സർക്കാരോ അത് മൈൻഡ് ചെയ്യണമില്ല. എന്താണിത് ഇങ്ങനെ? എന്ത് ഭരണമാണിത്? മറ്റുള്ള സ്ഥലത്ത് പോകുമ്പോൾ, മറ്റുള്ള രാജ്യത്ത് പോകുമ്പോൾ നമ്മുടെ എല്ലാ ഐഡൻറ്റിറ്റിയും അവർ വാങ്ങിച്ചും പരിശോധിച്ചിട്ടൊക്കെയാണ് നമ്മളൊക്കെ അടുത്തി വിടുന്നത്, എല്ലാ ചെക്കിങ് കഴിഞ്ഞിട്ട്. അതുപോലെ അല്ലെങ്കിലും ഒരു അതിഥി തൊഴിലാളി കേരളത്തിലോട്ട് വരുമ്പോൾ അവരെ പ്രൂഫ് എന്താണോ ഉള്ളത് വാങ്ങിച്ച് വെച്ച്, എന്താണ് നാട്ടിൽ ക്രൈം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ അന്വേഷിച്ചിട്ട് മതി കേരളത്തിലേക്ക് കടത്തി വിടുന്നത്, കേരളത്തിലേക്ക് സ്വീകരിക്കുന്നത്. തിരിച്ചും അങ്ങനെ ആയിക്കോട്ടെ, കേരളത്തിൽ നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് പോകുമ്പോൾ അങ്ങനെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഇത് വളരെ ഇതാണ്. ഇപ്പോഴത്തെ ഞാൻ പറയാൻ കാരണം, കഴക്കൂട്ടത്ത് അമ്മയുടെ കയ്യിൽ നിന്നും 9 മാസം പ്രായമുള്ളൊരു കൊച്ചിനെ ആസാം തൊഴിലാളി തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു. അത് തടയാൻ നിന്ന മുത്തശ്ശിയെയും അവൻ അത് ദ്രോഹിച്ചു. ഇപ്പോൾ അവർ രണ്ടുപേരും ഹോസ്പിറ്റലിലാണ്. ഇപ്പോൾ എന്താണിത്? യുവന്മാരൊക്കെ വരുമ്പോൾ ഈ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിൽ മനുഷ്യർ ജീവിക്കേണ്ടത്, കേരളത്തിൽ ജനങ്ങൾ ജീവിക്കേണ്ടത്. യുവന്മാരെ പേടിച്ചിട്ട് വേണം അവിടെ ജീവിക്കാൻ. ഇത് ഒരിക്കലും സമ്മതിച്ചു. നമ്മളെ കൺമുന്നിലൊക്കെ ആണെങ്കിൽ എന്തായാലും അവനൊരു വിധാക്കി വിടും. കാരണം ഇത് എന്ത് സഹിക്കണ കാര്യമാണത്. ഇതൊക്കെ ഒരു അഴിഞ്ഞാട്ടം. മറ്റുള്ള സംസ്ഥാനക്കാർക്ക് വന്നിവിടെ അഴിഞ്ഞാട്ടെ. എന്നിട്ടോ ഇവിടുത്തെ കുറേ അധികാരികളുണ്ട്, ഒന്നും മൈൻഡ് ചെയ്യാതെ കുറച്ച് അധികാരികൾ. വേറെന്താ പറയുക? എന്ത് സുരക്ഷയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഈ അധികാരികൾ നൽകുന്നത്? മറ്റുള്ള തൊഴിലാളികൾ വരുമ്പം അവരെ സംരക്ഷിക്കുകയാണ്, അത് അവരെന്താണ് ചെയ്യുന്നത്? അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതെ ഇങ്ങോട്ട് വരുന്ന ഓരോ തൊഴിലാളിയും ഐഡൻറ്റിറ്റി വാങ്ങിച്ച് സ്വന്തം നാട്ടിൽ എന്തെങ്കിലും ക്രൈം ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിച്ച് വേണം ഇങ്ങോട്ട് ജോലിക്കായിട്ട് വരാൻ. അല്ലാതെ വെറുതെ ഒരു അഴിഞ്ഞാട്ടം വരരുത്. അത് സർക്കാർ പ്രത്യേകം ശ്രദ്ധിക്കും. അപ്പം ഇതെൻ്റെ ഒരു റിക്വസ്റ്റാണ്. കേരളത്തിൽ ജനങ്ങളെല്ലാവരും റിക്വസ്റ്റായിരിക്കും. അവർ പറയണമെന്നുണ്ടാവും, പക്ഷെ ആർക്കും എവിടെ പറഞ്ഞെന്താ കാര്യം അങ്ങനെ ചിന്തിക്കായിരിക്കും. അതുകൊണ്ട് ഇനിയെങ്കിലും സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കും. ഇതുവരെ കണ്ണടച്ചാൽ പ്രവർത്തിക്കുമെന്ന് തോന്നുന്നു. ഏത് കാര്യം കണ്ണടച്ച് പ്രവർത്തിപ്പിക്കും. അപ്പോൾ ഇതേയും കണ്ണ് തുറന്ന് പ്രവർത്തിക്കും. ഇനി വരാൻ പോകുന്ന ദുരന്തങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി കണ്ണ് തുറന്ന് നിങ്ങൾ സഹകരിച്ച് ജനങ്ങളോട് പ്രവർത്തിക്കും. ജനങ്ങൾക്ക് സംരക്ഷണം ഒരുക്കുക. അല്ലാതെ ഇങ്ങനത്തെ അവന്മാരൊക്കെ വന്നു കഴിഞ്ഞാൽ നാളെ അവൻ വേറെന്തും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇവൻ്റെ ഇത് കണ്ടിട്ട് അവൻ്റെ കൂടെയുള്ള ആളുകൾ വിചാരിക്കും ഇത് പ്രശ്നമില്ല, കേരളത്തിൽ നിന്ന് കുഴപ്പമില്ല, നമുക്ക് ചെയ്യാം. അപ്പോൾ അവന്മാർ ഇതിനും വലിയ സംഭവമായിരിക്കും ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സർക്കാർ, നിയമപാലകർ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഒരു സംരക്ഷണം ഒരുക്കണം. ഇങ്ങനെയുള്ളവന്മാരെ ഇവിടുന്ന് ഈ നാട്ടിൽ നിന്നേ കര കളത്തി വിടണം, ഒഴിവാക്കി വിടണം. ഇവന്മാരും ഇവിടെ വരേണ്ട ആൾക്കാരുമല്ല. എന്തിനാണ് ഇങ്ങനത്തെ അവന്മാരൊക്കെ ഈ കേരളത്തിൽ വെച്ച് പൊറപ്പിക്കുന്നത്? അവന് നാട്ടിൽ നിന്ന് നിൽക്കട്ടെ. അവിടെ ക്രൈമോ അവിടുത്തെ നിയമം അവൻ എന്താണ് ശിക്ഷിക്കുന്നത് അങ്ങനെ ശിക്ഷിക്കട്ടെ അവന്മാരൊക്കെ. അല്ലാതെ ഇവിടെ വന്ന് പാലം കീറി അല്ലെങ്കിൽ അഴിഞ്ഞാടല്ല വേണ്ടത്. അതിന് നമ്മൾ കേരളത്തിലെ ജനങ്ങളെ അനുവദിക്കരുത്. കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഇങ്ങനത്തെ ഓരോ ദുരന്തങ്ങളെ നേരിടണം, ഒറ്റക്കെട്ടായി. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പത്രത്തിൽ വന്നൊരു ന്യൂസാണത്, ഞാൻ കാണിച്ചു തരണം. ഒന്ന് കണ്ടു നോക്ക്. കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താണ് ഇതിനൊക്കെ അർത്ഥം കേട്ടോ. അപ്പോൾ കണ്ടു നോക്കിയിട്ട് കമൻറ്റിലൂടെ പറയും എന്താണ് നിങ്ങളുടെ പ്രതികരണം. അപ്പോൾ ഓക്കെ, ഇത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യാം. ഇപ്പോൾ ഇവിടെ കഴക്കൂട്ടത്ത് നടന്ന സംഭവമാണ് ഞാൻ പറയുന്നത്. സ്വന്തം അമ്മയുടെ കയ്യിൽ നിന്നും 9 മാസം പ്രായമായ ഒരു കൊച്ചിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതാണ് ആസാം സ്വദേശി ഒരുത്തൻ. അപ്പോൾ ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ എല്ലാവരും ജാഗ്രത പാലിക്കുക. ഏത് ആൾ വന്നാലും നമുക്ക് നോക്കുക എന്താണ് അവൻ്റെ പ്രവർത്തനം. അപ്പോൾ അതിനനുസരിച്ച് നീങ്ങും. കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് ഇവന്മാരെല്ലാവരും തുരത്തണം, ഇങ്ങനെ ക്രൈമുള്ളവരെ. അപ്പോൾ ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം.